നമസ്കാരം. ഇന്നു മുതൽ അതീവ നേട്ടത്തിലേക്ക് കുതിക്കുകയാണ് ചില രാശിക്കാർ. ഇവർക്ക് വളരെയധികം സാമ്പത്തികമായി ഉയർച്ച കൈവരുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. മിഥുനം രാശിയിൽ വ്യാഴവും ശുക്രനും സംയോജിക്കുന്നതിൻ്റെ ഫലമായി ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ് ചില രാശിക്കാർക്ക്. ഇവർക്ക് അപ്രതീക്ഷിതമായുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇവർക്ക് മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്. ശുക്രനും വ്യാഴവും മിഥുനം രാശിയിൽ സംയോജിക്കുന്നതിൻ്റെ ഫലമായാണ് ഗജലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുക. ഈ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ കരിയറിൽ വളരെയധികം ഉയർച്ചയും പണത്തിൻ്റെ വരവും നിങ്ങളിൽ സുഗമമാക്കും. ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടതാണ് ഗജലക്ഷ്മി രാജയോഗം. ശുക്രനും വ്യാഴവും മിഥുനം രാശിയിൽ സംയോജിക്കുമ്പോൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട പണലഭ്യതയും ഉയർന്ന ജീവിത സൗകര്യങ്ങളും സമൂഹത്തിൽ അംഗീകാരവും വന്നു ചേരും. ഏതെല്ലാം രാശിക്കാരുടെ ജീവിതത്തിലാണ് ഗജലക്ഷ്മി രാജയോഗത്താൽ വളരെയധികം ഉയർച്ച കൈവരുന്നതെന്നറിയാം. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം ഇവരുടെ 2ാം ഭാവത്തിലാണ് രൂപപ്പെടുക. ഇത് ധനപരമായുള്ള ഉയർച്ചയെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ വാക്ചാതുര്യം വർദ്ധിക്കുന്നതായിരിക്കും. തൊഴിൽപരമായി വളരെയധികം നേട്ടം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. ബിസിനസ് പരമായി വളരെയധികം ലാഭം ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ കരാറുകൾ ഒപ്പുവെക്കുവാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനും നിങ്ങൾക്ക് ഈ സമയം യോഗമുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും. പൂർവിക സ്വത്ത് ലഭിക്കുവാനും ഈ സമയം നിങ്ങൾക്ക് യോഗമുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും വലിയ നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം ഇവരുടെ 11ാം ഭാവത്തിലാണ് വരുന്നത്. അതിനാൽ തന്നെ പല വിധത്തിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഈ സമയം നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ദൃഢമായി വരും. ആഗ്രഹ പൂർത്തീകരണത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. ശമ്പള വർധനവ് ഈ സമയം കാണുന്നു. പ്രൊമോഷൻ ലഭിക്കുവാനുള്ള യോഗവും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ദാമ്പത്യ ബന്ധം വളരെയധികം ദൃഢമായിരിക്കും. പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരുമായുള്ള ബന്ധം ദൃഢമാകുവാനും യോഗമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ജോലികൾ കണ്ടെത്തുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഈ സമയം നിങ്ങൾക്ക് യോഗമുണ്ട്. ധനുരാശി. ധനുരാശിക്കാർക്ക് ശുക്രൻ 7ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണപരമായ ഫലങ്ങളായിരിക്കും കൊണ്ടുവരിക. സംയുക്ത സംരംഭങ്ങളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായുള്ള വളർച്ച വന്നു ചേരും. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് വഴി നിങ്ങൾക്ക് വലിയ നേട്ടമാണ് വന്നു ചേരുക. നിക്ഷേപങ്ങളിൽ നിന്നെല്ലാം തന്നെ മികച്ച വരുമാനം ലഭ്യമാകും. ബിസിനസ്സിൽ നിന്നും വലിയ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പല വഴിക്കും പണം വന്നു ചേരുവാനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ കൃത്യമായി പൂർത്തീകരിക്കുവാനും വിജയത്തിലെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം തന്നെ ഉറച്ചതായിരിക്കും. നിങ്ങൾക്ക് കരിയറിൽ വളരെയധികം ഉയർച്ച കൈവരുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തികമായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഇവരുടെ 9ാം ഭാവത്തിലാണ് ഗജലക്ഷ്മി രാജയോഗം വന്നു ചേരുന്നത്. ഇത് ഇവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഈ സമയം ഇവർക്ക്
ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമുണ്ട്. യാത്രകളെല്ലാം തന്നെ വിജയത്തിൽ കലാശിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജോലിയിൽ വളരെയധികം ഉയർച്ച കൈവരും. നിക്ഷേപങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽപരമായി സ്ഥാനക്കയറ്റത്തിനുള്ള യോഗമുണ്ട്. ചിലവുകൾ നിയന്ത്രിച്ച് ഈ സമയം നിങ്ങളുടെ സമ്പാദ്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും തന്നെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഗജലക്ഷ്മി രാജയോഗത്താൽ സാഹചര്യം വന്നു ചേരും.